പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരിക്കൽ കൂടെ നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആലയത്തിലായിരിക്കുന്നവരും ഓൺലൈനിലായി ഈ പഠനത്തിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഠനത്തിൽ മുന്നോട്ട് പോകാം. പർവ്വത പ്രസംഗത്തിൻ്റെ ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ പഠിപ്പാൻ ആരംഭിച്ചത്. അതിൽ നമുക്ക് പല കാര്യങ്ങൾ ഇനിയും ചിന്തിപ്പാനുണ്ട്. അതിനുശേഷം വേണം ഈ ബിയാറ്റിറ്റ്യൂഡ്സിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ. ഇന്ന് അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഡിസ്ട്രാക്ഷനൊന്നും അനുവദിക്കാതെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. മത്തായി സുവിശേഷം അതിൻ്റെ 5, 6, 7 അധ്യായങ്ങളിലാണല്ലോ നമ്മൾ ഈ പർവ്വത പ്രസംഗം അഥവാ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം നമ്മൾ കാണുന്നത്. അതിൽ തന്നെ നമ്മുടെ ബിയാറ്റിറ്റ്യൂഡ്സാണ് നമ്മൾ വിശേഷാൽ ഭാഗ്യാവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ വിശേഷാൽ പഠിക്കുവാൻ വരുന്ന ദിവസങ്ങളിൽ. എന്നാൽ അതിന് മുമ്പായിട്ട് ഈ 3 അധ്യായങ്ങളുടെയും ഒരു സാരാംശമായ ഒരു രത്നച്ചുരുക്കം എന്നോണം നമ്മൾ ഈ ദിവസങ്ങളിൽ അത് കാണുവാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള പഠനമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആരംഭിച്ച ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈല് കഴിഞ്ഞ സൺഡേയിൽ പറഞ്ഞതുപോലെ തന്നെ ആരംഭിക്കുന്നത് തന്നെ ദൈവവുമായിട്ടുള്ളൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിലാണ്. അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിനകത്ത് യാതൊരു മീനിങ്ങും ഇല്ല, യാതൊരു അർത്ഥവും ഇല്ല. അപ്പം ദൈവവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് ദൈവവുമായിട്ട് പ്രവേശിക്കുവാനിടയാവുക, അത് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രം നമ്മൾ കാണുന്നതാണ്. വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം ദൈവവുമായിട്ട് ഉളവാകുന്നത്, അതിനായിട്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റണം, അല്ലേ? നമ്മുടെ ദൈവത്തെ നമുക്ക് പിതാവെന്ന് വിളിക്കാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടിച്ചെല്ലാം, നമ്മുടെ ആവശ്യങ്ങൾ പറയാം, നമ്മുടെ വേദനകൾ, ഭാരങ്ങൾ അവൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കാം. ഇതെല്ലാം നമുക്ക് ദൈവം തരുന്ന വലിയ പ്രിവിലേജാണ്, വലിയ അനുഗ്രഹമാണ്. അതോർത്ത് നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. രണ്ടാമത്തെ കാര്യം ഇന്ന് പകൽ വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്, ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ മോറൽ ലിവിങ്. ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പം ഒരു സംഹിതകളുടെ അല്ലെങ്കിൽ ആചാര മര്യാദകളുടെ ഒരു സംഹിതയല്ല, അല്ലെങ്കിൽ അതിനെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് അതിനെ എങ്ങനെയെങ്കിലും പുറത്ത് കാണിച്ച് ജീവിക്കുന്നതല്ല ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു മോറൽ ലിവിങ്ങിൻ്റെ, ധാർമ്മിക ജീവിതത്തിൻ്റെ ഒരു കടപ്പാടുണ്ട്, ഒരു ഉത്തരവാദിത്വം ക്രിസ്ത്യൻ എന്ന് പറയുന്ന, ക്രിസ്ത്യൻ ലൈഫിലായിരിക്കുന്നെന്ന് പറയുന്ന ഏവരുടെ മേലും അത് നൽകിയിട്ടുണ്ട്. അത് ചില കാര്യങ്ങൾ മാത്രം ഇന്ന് രാവിലെ നമുക്ക് നോക്കാം. ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ മോറൽ ലിവിങ് എത്ര പ്രാധാന്യമുള്ളതാണ്, നമ്മുടെ ധാർമ്മികമായ ജീവിതം അത് എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ല, ഒരു കുറേ പ്രമാണങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്ന് മാത്രം പറയുന്ന കാര്യങ്ങളുടെ ഒരു അതിങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്നതല്ല, അതിനെ പിൻപറ്റുന്നതല്ല ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ജീവിത മാർഗമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, ജീവിക്കാനുള്ളൊരു മാർഗമാണ്. കർത്താവ് കാണിച്ചു തന്നിട്ടുള്ളതും അതാണ്. ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലിൽ മോറൽ ലിവിങ് എന്ന് പറയുന്ന വാസ്തവത്തിൽ നമ്മൾ കർത്താവിനെ നമ്മൾ കാണിച്ചു കൊടുക്കുവാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ മോറൽ ലിവിങ്. അതെന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളത്? ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. മോറൽ ലിവിങ് എന്തുകൊണ്ട് പ്രാധാന്യമുണ്ട്? സദാചാരപരമായ ധാർമ്മികമായ ജീവിതം എന്തുകൊണ്ട് പ്രാധാന്യമുള്ളതാണ്? ഒന്നാമത്തെ കാര്യം, അവർ മൊറാലിറ്റി റിഫ്ലക്ട്സ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. നമ്മുടെ ധാർമ്മികമായ ജീവിതമാണ്, സദാചാരപരമായ ജീവിതമാണ് ദൈവത്തിൻ്റെ സവിശേഷതയെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ വരച്ച് കാണിക്കുന്നത്. ദൈവം എന്താണ് എന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ധാർമ്മികമായ ജീവിതം. നമ്മൾ തോന്നിയവാസം നടന്ന്, നമുക്കിഷ്ടം പോലെ നടന്ന്, ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത്, ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചിട്ട് നമ്മുടെ ദൈവം വിശുദ്ധനെന്ന് പറയുവാൻ തക്കവണ്ണം
കഴിയുകയില്ല. നമ്മുടെ ദൈവം വിശുദ്ധനെന്ന് നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ ഈ ദൈവത്തെ പിൻപറ്റുന്നവരും വിശുദ്ധരായിരിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം വായിച്ചേ. 1 പത്രോസ് 1:16. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കൂടെ കാണുന്ന പല വാക്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധി, അത് ദൈവം നമ്മിൽ നിന്ന് എങ്ങനെ വിശുദ്ധി ആരംഭിക്കുന്നു. ഇവിടെ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പീൻ. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി കൊണ്ട്, ശുദ്ധീകരണത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ട്, വേർതിരിക്കപ്പെട്ട ജനമായി നാം ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക, ദൈവത്തെ നമ്മൾ വരച്ച് കാണിക്കുക, പ്രതിഫലിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ കൂടെ, നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ, നമ്മുടെ ഇടപാടുകളിൽ കൂടെ. അപ്പം കർത്താവ് അത് റിക്വയർ ചെയ്തിരിക്കുക. ഞാൻ വിശുദ്ധനായിരിക്കയാൽ, ഞാൻ വിശുദ്ധനാകയാൽ ആയിരിക്കുന്നത് പോലെ എന്നെല്ലാം പല ഭാഗങ്ങളായി എഴുതിയിട്ടുണ്ട്. ഞാൻ വിശുദ്ധനാകയാൽ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അപ്പം ഗോഡ് ഈസ് ഹോളി, ഗോഡ് ഈസ് റൈച്വസ്, ഗോഡ് ഈസ് പ്യുവർ. ദൈവം വിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്, ദൈവം പരിശുദ്ധനാണ്. അതെല്ലാം നമ്മൾ ഏറ്റുപറയുന്നതാണ്. നമ്മൾ അവനെ കൈക്കൊണ്ട് അവനെ പിൻപറ്റുമ്പോൾ അവൻ്റെ സ്വഭാവങ്ങളെ പ്രദർശിപ്പിക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഇൻ അവർ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതചര്യകളിൽ, നമ്മുടെ ജീവിതക്രമങ്ങളിൽ ദൈവത്തെ പ്രദർശിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെ പ്രദർശിപ്പിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കഴിയണം. എപ്പോഴും പറയാറുള്ളത് പോലെ, അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് അല്ല, ഒരു പെർഫോമൻസ് അല്ല. നമ്മൾ ചെയ്യുന്നത് ഒരു പെർഫോമൻസ് അല്ല. നമ്മുടെ ശുശ്രൂഷകൾ ഒരു പെർഫോമൻസ് അല്ല. നമ്മൾ ശുശ്രൂഷകൾ അത് അകത്ത് നിന്ന് വരുന്നതായിരിക്കണം. നമ്മൾ പാടിയാലും പ്രസംഗിച്ചാലും പഠിപ്പിച്ചാലും ശുശ്രൂഷകൾ ചെയ്താലും എന്തെല്ലാം ചെയ്താലും അതൊരു പെർഫോമൻസ് ആയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടിയത്. പലപ്പോഴും അത് പ്രദർശനശാലകളായി പോകാറുണ്ടല്ലേ. നമ്മുടെ താലന്തുകളുടെയും നമ്മുടെ കഴിവുകളുടെയും ഒക്കെ പ്രദർശനശാലകളാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് വരുന്നതായിരിക്കണം, അതിൽ നിന്ന് ഉരുത്തിരിയുന്നതായിരിക്കണം നമ്മൾ ചെയ്യുന്നത് എല്ലാം. അതാ ദൈവത്തിൻ്റെ വചനത്തിൽ 2 കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം വായിച്ചു നോക്കിയാൽ 10-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഡൂയിങ്ങിനെ കുറിച്ച് പറയുന്നു. നമ്മുടെ ഡൂയിങ് എത്ര ഇമ്പോർട്ടൻ്റാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റാണ്, അല്ലേ? യേശു കർത്താവിനോട് വന്നേച്ച് എൻ്റെ അയൽക്കാരൻ ആരെന്ന് ചോദിച്ച ആളിനോട് കർത്താവ് നൽകുന്ന മറുപടിയാണ്, അല്ലേ? അവിടെ പറയുന്നത്, നിൻ്റെ പ്രയാസങ്ങളിൽ നിന്നെ സഹായിച്ചവനാ നിൻ്റെ അയൽക്കാരൻ, അപ്പോൾ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുവീൻ എന്ന് കർത്താവ് പറയും. അപ്പം മറ്റുള്ളവരെ സഹായിപ്പാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇമ്പോർട്ടൻ്റാണ്, നമ്മുടെ ഫങ്ഷനിങ് ഇമ്പോർട്ടൻ്റാണ്, നമ്മൾ കൊടുക്കൽ വാങ്ങൽ ഇമ്പോർട്ടൻ്റാണ്, മറ്റുള്ളവരെ സഹായിപ്പാൻ നമുക്ക് ബാധ്യതയുണ്ട്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതേ അടുത്ത പാസേജിൽ, അതേ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മാർത്തയുടെയും മറിയയുടെയും ഭവനമാണ്. യേശു കർത്താവ് അവിടെ ആയിരിക്കുന്നു. അപ്പോൾ ഓടി നടന്ന് കർത്താവിനെയും തൻ്റെ സംഘത്തെയും തന്നോട് കൂടെ വന്ന ശിഷ്യഗണങ്ങളെയും എല്ലാം ശുശ്രൂഷിക്കുന്ന മാർത്ത വന്ന് കർത്താവിനോട് പരാതി പറയുക, കർത്താവേ, ഈ ശുശ്രൂഷകളിൽ എന്നെ തനിച്ച് എൻ്റെ സഹോദരി വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ? അവളോട് കൽപ്പിച്ചാലും എന്നെ വന്ന് സഹായിപ്പാനായിട്ട്. അപ്പം കർത്താവ് പറയുക, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു. അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. നോക്കണേ, അപ്പം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന മറിയ തൻ്റെ ബീയിങ്ങിനെ, തൻ്റെ വ്യക്തിത്വത്തെ തന്നിലേക്ക് ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്ന മറിയെ പ്രകീർത്തിച്ചുകൊണ്ട് കർത്താവോട് പറയുക, മാർത്തയുടെ ഓടി നടപ്പിനെയോ അവളുടെ ബദ്ധപ്പാടുകളെയോ അവളുടെ ഒരുപാട് പ്രവൃത്തികളെയോ അല്ല അവിടെ പ്രകീർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല ഞാൻ സാധാരണ പറയുന്ന പോലെ, നമ്മുടെ ഡൂയിങ് ഷുഡ് കം ഫ്രം അവർ ബീയിങ്. നമ്മൾ എന്തായിരിക്കുന്നോ അതിൽ നിന്നു വേണം
നമ്മുടെ പ്രവർത്തനങ്ങൾ വരുവാൻ. ഇവ തമ്മിൽ ബന്ധമില്ല എങ്കിൽ ആളുകൾ നമ്മളോട് പറയും, I cannot hear what you say because your life is preaching a louder sermon to me. ജോൺ വെസ്ലി പറഞ്ഞതാ അല്ലേ? നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാനേ പറ്റുന്നില്ല, കാരണം നിങ്ങളുടെ ജീവിതം എന്നോട് അതിൽ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. നോക്കണേ, നമ്മുടെ ബീയിങ്ങിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകും പലപ്പോഴും. അതെങ്ങനെയുള്ളതാണെന്നുള്ള കാര്യം മറന്നു പോകും. അതെങ്ങനെയായിരിക്കുന്നത് നമ്മൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാതെ നമ്മൾ ജീവിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന് നമ്മൾ ഓർക്കും. അല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവ് തന്നെ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാ. അപ്പോൾ ഒരു പെർഫോമൻസ് അല്ല പ്രിയപ്പെട്ടവർ, അല്ലേ? എൻ്റെ പ്രസംഗം ഒരു പെർഫോമൻസ് ആയി തീരരുത്. ഞാൻ പഠിപ്പിക്കുന്ന, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ഒരു പെർഫോമൻസ് ആകരുത്. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വരുന്നതാകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മളെ മൊറാലിറ്റിയിൽ ജീവിക്കുമ്പോൾ, മൊറാലിറ്റി അല്ല നമ്മളെ രക്ഷിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ധാർമ്മിക ജീവിതമല്ല നമ്മെ രക്ഷിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെ എൻ്റെ മുമ്പിൽ കറപിരണ്ട തുണി പോലെയാണെന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്താവ് തന്നെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തോന്നിനാൽ എന്നെ പ്രസാദിപ്പിക്കും? നിങ്ങൾ എന്തുകൊണ്ടാണ് 1000 തൈല നദികൾ ഒഴിക്കിയാൽ മതിയോ? നിങ്ങൾ വിളക്കുകൾ കത്തിച്ചാൽ മതിയോ? നിങ്ങൾ ഉപവസിച്ചാൽ മതിയോ? നിങ്ങൾ ശരീരത്തെ ദണ്ഡിപ്പിച്ചാൽ മതിയോ? ഇതൊന്നുമല്ല കർത്താവ് പറയുന്നത്. എനിക്കിഷ്ടമുള്ളത് എന്താണെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മീക ജീവിതം, ഉള്ളിൽ നിന്ന് വരുന്ന ക്രിസ്തീയ ജീവിതം, അതാ കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവ് നോക്കുന്നത്. സ്തോത്രം, സ്തോത്രം. അതില്ലാതെ പുറമേ വെറും ഷോയുമായിട്ട് ജീവിക്കാൻ നമുക്കിടയാകരുത്. ഞാനും ഇതിലൊക്കെ ഉണ്ട്, ഞാനും ഇതിലെല്ലാം ദൈവത്തെ ആരാധിക്കുന്നതിലുണ്ട്, ഞാൻ പ്രവൃത്തി ചെയ്യുന്നു, ഞാൻ ശുശ്രൂഷകൾ. നോ. അനേകര് ദൈവസന്നിധി ചെല്ലുമ്പോൾ തങ്ങളുടെ പ്രവൃത്തികളെ, പുറമേ ഉള്ളതിനെ പ്രകീർത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. സ്തോത്രം. നമുക്ക് ആർക്കും അങ്ങനെ ആകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മൊറാലിറ്റി നമ്മൾ ജീവിക്കുന്നത്, കാണിക്കുന്നത്? നമ്മുടെ ക്രിസ്ത്യൻ ബിഹേവിയറിൽ കൂടെ, നമ്മുടെ ക്രിസ്തീയമായിട്ടുള്ള ആചരണങ്ങളിൽ കൂടെ നമുക്കിത് കാണിച്ചു കൊടുക്കുവാൻ കഴിയണം. ഒരു വാക്ക് പറയുമ്പം നമ്മൾ ഭയപ്പെടണം. ഇത് ദൈവത്തിൻ്റെ മഹത്വമാണോ? സഹോദരന്, സഹോദരിക്ക് ഇത് ഹേർട്ടിംഗ് ആണോ? മുറിവേൽപ്പിക്കുന്നതാണോ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ നീതി പുലർത്തുവാൻ നമുക്ക് വളരെ ബദ്ധശ്രദ്ധരായിരിക്കണം. വളരെ ശ്രദ്ധയോടെ വേണം. നമ്മുടെ വാക്കുകൾ അങ്ങനെ ആയിരിക്കണം. പലപ്പോഴും എത്ര ഉത്തരവാദിത്വം ഇല്ലാതെയാണ് നമ്മുടെ വാക്കുകളൊക്കെ നമ്മൾ പറയുന്നത്, നമ്മൾ സംസാരിക്കുന്നത്. മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും എല്ലാം നമ്മൾ ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനത്തിലെ റിക്വയർമെൻ്റ് കാണും. മറ്റൊന്നും അല്ലല്ലോ നമ്മോട് എന്തെങ്കിലും കൊടുക്കുന്നതോ മറ്റൊന്നും അല്ല പറയുന്നത്, അല്ലെങ്കിൽ ഒരു പുണ്യസ്ഥലത്ത് പോകുന്നതല്ല പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീതിയോടെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. മനുഷ്യ, നീ എങ്ങനെ നടക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു തരാമെന്ന നമ്മൾ പ്രവാചകൻ പറയുന്നതല്ലേ. അതുകൊണ്ട് നീ എങ്ങനെ നടക്കണം? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മൊറാലിറ്റി, ദ മോർ യു ലീവ് ഇൻ മൊറാലിറ്റി, ദൈവത്തിൻ്റെ പൈതലെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഭക്തന്മാർ സംസാരിക്കുന്നത് പോലെയാണോ നമ്മൾ സംസാരിക്കുന്നത്? പലപ്പോഴും നമ്മൾ കൂടുമ്പം നമ്മുടെ വാക്കുകൾ അങ്ങനെയാണോ? നമ്മുടെ ഇടപാടുകൾ അങ്ങനെയാണോ? യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. നമുക്ക് ആ ബോധ്യം പോലും ഇല്ലാതെയാ പല നിരുത്തരവാദപരമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്, ഇടപെടുന്നതും. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നു. യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ നമുക്ക് നമ്മെ തന്നെ ചോദ്യം ചെയ്യാം. അപ്പം നമ്മുടെ മൊറാലിറ്റി ഈസ് റിഫ്ലക്റ്റിംഗ് ദ ക്യാരക്ടർ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ വരച്ച് കാണിക്കുന്നതാണ് നമ്മുടെ ധാർമ്മികത. പാപം ചെയ്യാൻ ഭയപ്പെടുന്ന, പാപത്തിൽ നിന്ന് അകന്ന് ജീവിപ്പാൻ ബദ്ധശ്രദ്ധരായിരിക്കുന്ന, അതിനുവേണ്ടിയുള്ള സ്ട്രഗിളിൽ ജീവിക്കുന്ന, എത്ര സംഘർഷം നടത്തിയാലും എനിക്ക് പാപത്തിൽ നിന്ന് അകന്ന് ദൂരത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെന്തിനെ വെളിപ്പെടുത്തുന്നതാ? ദൈവം വിശുദ്ധൻ, ദൈവം വിശുദ്ധൻ എന്ന് പാടിയാൽ മാത്രം പോരാ.
ദൈവം വിശുദ്ധനെന്ന് നമ്മുടെ പ്രവർത്തികളിൽ കൂടെ നമുക്ക് കാണിപ്പാനിടയാകണം. രണ്ടാമത്തെ കാര്യം, മൊറാലിറ്റി ഡെമോൺസ്ട്രേറ്റ്സ് അവർ ലവ് ഫോർ ഗോഡ്. നമ്മുടെ മൊറാലിറ്റിയാ തെളിയിച്ച് കാണിക്കുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുന്നത്? വചനത്തിൽ അടിസ്ഥാനമുണ്ടോ? ഏതെങ്കിലും വാക്യമുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ഈ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നത്, ദൈവവചനത്തിന് അനുസരണമായിട്ട് നമ്മൾ ജീവിക്കുന്നത് എന്തിനെ കാണിക്കുന്നതാ? ഹലോ, ഇവിടെ ഇല്ലേ? നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ കാണിക്കുന്നതാ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ലേബലൊട്ടിച്ച് നടക്കുകയല്ല. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനകളെ പാലിക്കുവാൻ, ആചരിക്കുവാൻ, കാത്തുകൊള്ളുവാൻ നമ്മൾ നിഷ്കർഷിക്കും. അതിനുവേണ്ടി നമുക്ക് വളരെ ശ്രദ്ധ ചെലുത്തുവാൻ തക്കവണ്ണം ഇടയാകും. ഇപ്പം നമ്മുടെ ഒബീഡിയൻസ് എന്ന് പറയുന്നത് ഇമ്പോസ്ഡ് അല്ല നമ്മുടെ മേൽ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങളെ എൻ്റെ ദാസന്മാരെന്നല്ല ഞാൻ വിളിക്കുന്നത്, പിന്നെ എൻ്റെ സ്നേഹിതരെന്ന തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാ. നിങ്ങളെ ഇനി ഞാൻ ദാസന്മാരെന്നല്ല, ദാസന്മാരുടെ മേലൊരു സെർവിറ്റ്യൂഡാ, അടിച്ചേൽപ്പിക്കുന്നതാ, ഇമ്പോസ് ചെയ്യുന്നതാ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ കാര്യങ്ങൾ എടുക്കണം, കൊടുക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് സെർവിറ്റ്യൂഡാ, ഫോഴ്സ്ഡ് അപ്പോൺ. എന്നാൽ ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലിലെ അനുസരണം എന്ന് പറയുന്നത് സെർവിറ്റ്യൂഡിൽ നിന്ന് വരുന്നതല്ല, നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ചെയ്യുന്നതല്ല. പ്രത്യുത നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്. എന്തുകൊണ്ട് നമുക്ക് പാപത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കണം? എന്തുകൊണ്ട് നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കണം? ബിക്കോസ് വി ലവ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയ്ക്ക് ഹല്ലേലൂയയും സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തിലെങ്കിലും നമ്മുടെ ശ്രദ്ധ പതറുന്നുണ്ടെങ്കിൽ അത് മാറി ദൈവത്തെ ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ നമുക്കിടയാകും, അല്ലേ? ഇപ്പം നമ്മുടെ മൊറാലിറ്റി എന്ന് പറയുന്നത്, ഒബീഡിയൻസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ജെനുവിൻ ലവ് ഫോർ ഗോഡ്. ദൈവത്തോടുള്ള നമ്മുടെ വ്യക്തമായിട്ടുള്ള ഏറ്റവും അടുത്ത സ്നേഹത്തിൽ നിന്നാണ് അനുസരണം ഉണ്ടാകുന്നത്. അടിച്ചേൽപ്പിച്ചത് കൊണ്ടല്ല ഞാൻ ആലയത്തിൽ വരുന്നത്, ഞാൻ ആരാധനയ്ക്ക് വരുന്നത്. എൻ്റെ മേൽ നിർബന്ധം അടിച്ചേൽപ്പിച്ചിരിക്കുക. വന്നില്ലേ പിന്നെ ഫോൺ വിളിക്കുമല്ലോ, അല്ലേ? വന്നില്ലേ ചോദിക്കും, എന്തുകൊണ്ടാ? അതുകൊണ്ടല്ലല്ലോ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത്. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അത് സങ്കീർത്തനക്കാരൻ്റെ കാര്യമായിരുന്നു. നമ്മുടെ കാര്യം അങ്ങനെയാണോ? എങ്ങനെയെങ്കിലും ആലയത്തിൽ വരാതിരിക്കാൻ പറ്റുമെന്നാണോ? ഒരു കാരണം കണ്ടെത്താൻ പറ്റും എന്നാണോ? സ്തോത്രം. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് അവനെ സ്തുതിക്കാതിരിപ്പാൻ കഴിയുകയില്ല, എനിക്ക് അവനെ ആരാധിക്കാതിരിപ്പാൻ കഴിയുകയില്ല, എനിക്ക് മിണ്ടാതിരിക്കുവാൻ കഴിയുകയില്ല, എനിക്ക് ശബ്ദമില്ലാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിക്കും. ആലയത്തിൽ ഞാൻ പോകും. ദൈവജനത്തോടൊരുമിച്ചുള്ള കൂട്ടായ്മയിൽ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ വ്യക്തി ജീവിതത്തിൽ കർത്താവിനെ ഞാൻ അനുസരിക്കും. അനുസരണം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉദിക്കട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മെ രക്ഷിച്ചതുകൊണ്ട്, നമുക്കായി തൻ്റെ ജീവൻ നൽകിയതുകൊണ്ട്, കുരിശിൽ നമുക്കായി മരിച്ചതുകൊണ്ട്, തൻ്റെ ചങ്കിലെ ചോര പോലെ നമുക്കായി ഊറ്റിത്തന്നതുകൊണ്ട് നാം അവനെ സ്നേഹിപ്പാൻ കടപ്പെട്ടവരല്ലേ? അന്ത്യത്തോളം സ്നേഹിപ്പാൻ കടപ്പെട്ടവരല്ലേ? നമ്മൾ ഈ അനുസരണമെന്ന് പറയുന്നത്, നമ്മുടെ ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയും ദൈവത്തിൻ്റെ പ്രസാദം ഒന്ന് പിടിച്ചു പറ്റാനായിട്ടല്ല, അല്ലേ? നമ്മളത് ചെയ്യുന്നത് അവനെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അവൻ തന്നെ കരുണ നമ്മുടെ മേൽ വർഷിച്ചത്
നമുക്കറിയാവുന്നത് കൊണ്ടാണ്, അത് നമ്മൾ അനുഭവിച്ചത് കൊണ്ടാണ്. സ്തോത്രം. അപ്പോസ്തലനായ പത്രോസിനോട് യേശു കർത്താവ് തൻ്റെ ഉയർപ്പിന് ശേഷം ചോദിച്ചു, ശിഷ്യന്മാരുടെ എല്ലാം മുമ്പിൽ വെച്ച്, അല്ലേ, ശിമോനെ, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം, അല്ലേ. അപ്പം ചില കാര്യങ്ങൾ പുറമേ ഉള്ളതെല്ലാം കാണിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ മേൽ അത് നമ്മുടെ പ്രയോറിറ്റീസായിട്ട് പോകുമ്പം കർത്താവ് പിന്നെയും കൂടെ ചോദിക്കുന്ന ചോദ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇവയിലധികമായിട്ട്, ഇവരിലധികമായിട്ട്, ഈ സാഹചര്യങ്ങളിലധികമായിട്ട്, നിൻ്റെ ഭയത്തിന് ഉപരിയായിട്ട്, നിൻ്റെ കൺസേൺസിനുപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിൻ്റെ പ്രവൃത്തികളെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കും, അതിൽ നിന്ന് ഉദിക്കുന്നതായിരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രസാദം എങ്ങനെയും പിടിച്ചു പറ്റാനായിട്ടല്ല. നമ്മുടെ ഹൃദയത്തിൽ നമ്മോട് തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എനിക്കിത് ചെയ്തുകൂടാ. ദൈവത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എനിക്കിങ്ങനെ പറഞ്ഞുകൂടാ, എനിക്കിങ്ങനെ പ്രവർത്തിച്ചുകൂടാ. ബിക്കോസ് ഐ ലവ് മൈ ഗോഡ്. എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മുടെ മൊറാലിറ്റി എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്ന? നമ്മൾ ദൈവത്തെ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം, അല്ലേ. ബിലയാം കണ്ടത്, ബിലയാമിന് ശപിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, വലിയ ആഗ്രഹത്തോടെ. കാരണം ബാലാക്ക് ഓഫർ ചെയ്യുന്ന വലിയ സമ്മാനങ്ങൾ, പൊന്ന് വെള്ളി, അവൻ്റെ വീട് നിറച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, വലിയ മാനങ്ങൾ നൽകാമെന്നൊക്കെ പറഞ്ഞു, വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവന് പറ്റത്തില്ല. അവൻ നോക്കിയപ്പം കണ്ടത്, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കണം, നമ്മുടെ മൊറാലിറ്റി ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിക്കുന്നതാണ്. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട്. അപ്പം ഈ മൊറാലിറ്റി നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷൻ കൂടെയാണ്, നന്ദിയുടെ ഒരു പ്രകടനം കൂടെയാണ്. ഓരോന്നും ചില കാര്യങ്ങളിൽ നമ്മൾ അകന്നിരിക്കുമ്പോൾ പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണത്? എനിക്ക് ദൈവത്തോടുള്ള നന്ദിയിൽ ജീവിക്കണം, അതുകൊണ്ട് എനിക്കിത് ചെയ്തുകൂടാ, ഇത് പറഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകാം. പോളികാർപ്പ് എന്ന് പറയുന്നൊരു ദൈവദാസനുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ ആ പേര് കേട്ടിട്ടുണ്ട് പലരും പലപ്പോഴായി. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്മുർനായിലെ സഭയുടെ ബിഷപ്പായിരുന്നു, 1-ാമത്തെ ബിഷപ്പായിരുന്നു. യോഹന്നാൻ അപ്പസ്തോലൻ്റെ ശിഷ്യനായിരുന്നു എന്ന് പറയപ്പെടുന്ന പോളികാർപ്പ്. അദ്ദേഹം വളരെ വയോധികനായിട്ട് 84 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിനെതിരെ റോമാക്കാരുടെ ഗവർണർ അദ്ദേഹത്തിൻ്റെ പക്കൽ ചാർജ് വരികയും പരാതികൾ വരികയും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്ന് വധിക്കുവാനുള്ള ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കൊണ്ടുവന്നു കത്തുന്ന ആഴി കാണിച്ചുകൊണ്ട് തീയിൽ തന്നെ എറിഞ്ഞ് കൊല്ലുവാൻ ഉള്ള തീരുമാനം അറിയിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ പ്രായം മാനിച്ച്, താങ്കളുടെ ഈ പ്രായാധിക്യത്തെ മാനിച്ച് ഞാനൊരവസരം തരാം. നിങ്ങൾ സേവിക്കുന്നു എന്ന് പറയുന്ന യേശുവിനെ നിങ്ങൾ മറുത്തു പറഞ്ഞാൽ, ഇഫ് യു റീകാൻറ്റ് യുവർ ഫെയ്ത്ത് ഐ ക്യാൻ ഗിവ് യു അനദർ ഓഫർ. ഇല്ലേ, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾക്കൊരു അവസരം തരാമെന്ന് പോളികാർപ്പ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ പ്രസിദ്ധമാണ്, ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, 80 the last 84 years I know my Lord. കഴിഞ്ഞ 84 വർഷമായിട്ട് ഈ യേശുവിനെ എനിക്ക് അറിയാം. അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രായം ഞാൻ ജീവിച്ചു, അവൻ ഒരിക്കൽ പോലും ഒരു തിന്മ എനിക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എനിക്ക് അവനെ എങ്ങനെ മറുത്തു പറയുവാൻ കഴിയും? അങ്ങനെ പറഞ്ഞാണ് പോളികാർപ്പിനെ ആ തീയിലേക്ക് ഇട്ടതും അവൻ അങ്ങനെ കർത്താവിന് വേണ്ടി എരിഞ്ഞ് അവസാനിപ്പാൻ തക്കവണ്ണം ഇടയായത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുസരണം എന്നൊക്കെ പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നതാകട്ടെ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാതെ പറ്റത്തില്ല. കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ഉറക്കെ പ്രസ്താവിക്കുന്നവരായി നാം തീരട്ടെ. 3-ാമത്തെ കാര്യം, 1-ാമത് എന്തോ പറഞ്ഞത്? നമ്മുടെ ധാർമ്മികമായ ജീവിതം, ധാർമ്മികത, ക്രിസ്തീയ ധാർമ്മികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നതാണ്.
ക്യാരക്ടറിനെ കാണിക്കുന്നത്, അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് ഇപ്പോൾ കണ്ടത് നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തോട് നമുക്കുള്ള സ്നേഹത്തെ കാണിക്കുന്നത്. സ്തോത്രം. മൂന്നാമത്, മൊറാലിറ്റി ഈസ് ദ എവിഡൻസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്ന ധാർമ്മികമായ ജീവിതത്തെ കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഉള്ളിൽ എത്ര വിശ്വാസമുണ്ട്, നമ്മളിൽ എത്ര മാനസാന്തരം വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് അതിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിച്ചേ. യാക്കോബ് 2:26. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. മതി. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകും. അപ്പം നമുക്ക് വിശ്വാസമുണ്ട് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ, യാക്കോബിൻ്റെ ലേഖനം മുഴുവൻ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ മാർട്ടിൻ ലൂതറിനൊക്കെ ഏറ്റവും ഇഷ്ടമില്ലാഞ്ഞ ലേഖനമായിരുന്നെന്നാണ് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനം. എന്ന് പറഞ്ഞാൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുന്ന ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. അതല്ലല്ലോ നമ്മുടെ പഠന വിഷയം. എങ്കിലും നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് യാക്കോബ് അവിടെ വരച്ചു കാണിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നുണ്ട്. യാക്കോബ് പറയും, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. ശരീരമുണ്ട് അവിടെ, പക്ഷേ ആത്മാവ് വിട്ടുപോയി. അപ്പം പിന്നെ നമ്മളതിനെ ശവശരീരം എന്നാണ് പറയുന്നത്, നിർജീവം എന്നാണ് പറയുന്നത്, ജീവനില്ലാത്തത് എന്ന് പറയുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. അപ്പം ഒരു യഥാർത്ഥ ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, ട്രാൻസ്ഫോർമേഷൻ അഥവാ രൂപാന്തരമെന്ന് പറയുന്നത് കാണിക്കുന്നത് നമ്മുടെ നീതിപ്രവൃത്തികളിലൂടെ നമ്മളത് കാണിക്കും. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നോ ഇല്ലയോ, രൂപാന്തരം വന്നോ ഇല്ലയോ എന്ന് നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ കാണിക്കും. അതാ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത ശരീരം, വിശ്വാസം നിർജീവം ആകുന്നു. മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് ചില പ്രവൃത്തികൾ ചെയ്യുകയാണ് അല്ലേ. ചില ദിവസങ്ങൾ ഉപവസിക്കുക, ചില ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, ഇഷ്ടമില്ലാഞ്ഞിട്ടും ബൈബിൾ വായിക്കുക. അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ വാസ്തവമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നമ്മളിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട് എങ്കിൽ, ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ, ഒന്നുറക്കെ പറഞ്ഞേ, ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായിരിക്കുന്നു. ഇപ്പം നോക്കണേ, നമുക്ക് വിശ്വാസം ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവമക്കളാണ് എങ്കിൽ നമ്മളിൽ വന്ന രൂപാന്തരം നമ്മുടെ മൊറാലിറ്റിയിൽ കാണണം, ധാർമ്മിക ജീവിതത്തിൽ കാണണം, ഇടപാടുകളിൽ കാണണം, കൊടുക്കൽ വാങ്ങലുകളിൽ കാണണം, നമ്മൾ സംസാരിക്കുന്നതിലും എടുക്കുന്നതിലും നടക്കുന്നതിലും കാണണം. സ്തോത്രം. അതാ ദൈവം ആഗ്രഹിക്കുന്നു. മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ മൊറാലിറ്റി അല്ല നമ്മളെ രക്ഷിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മാത്രമാണ്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മാത്രമാണ് നമ്മെ രക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്തമുണ്ട്. അതാ ഇവിടെ പറയുന്നത് അല്ലേ. അവനിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നല്ല പ്രവൃത്തിക്കായിട്ട് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരിക്കും. തെറ്റെന്തെന്ന് ശരിയെന്തെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം നമുക്കറിയാം അല്ലേ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അത് എടുക്കണ്ട. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഈ വലിയ ലിസ്റ്റാണ്. 15 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. 15 കാര്യങ്ങളുടെ ഒരു ലോങ് ലിസ്റ്റാണ്.
അതിനെക്കുറിച്ച് പറയുക, ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം. അപ്പോൾ ഈ ലിസ്റ്റിൽ കൂടി ഒന്ന് പോകണം കേട്ടോ. ഇതിനകത്ത് പറയുന്ന ഏതേലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. വളരെ അസന്നിഗ്ധമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയാം, ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയല്ല. നമ്മളെല്ലാം ഇത്രയും ഓടി, മഞ്ഞുകൊണ്ടു, ഇത്രയും പ്രയാസപ്പെട്ട് അധ്വാനിച്ചു, പൈസ ചെലവാക്കി, സമയം കൊടുത്തു, എല്ലാം കഴിഞ്ഞിട്ട് ദൈവരാജ്യം അവകാശമാക്കാതെ നഷ്ടപ്രജ്ഞരാകുവാൻ ഇടയാകരുത്, അല്ലേ? ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും മുൻകൂട്ടി പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട് നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ, അടുത്ത വാക്യം 22-23 വാക്യങ്ങൾ, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, അല്ലേ? ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരെങ്കിൽ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇതിന് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണവും ഇല്ല. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, അല്ലേ? വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, 9 കാര്യങ്ങൾ. ഇതിന് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണവും ഇല്ല. അപ്പോൾ നമ്മുടെ മൊറാലിറ്റി എന്ന് പറയുന്നത് വിസിബിൾ പ്രൂഫാണ്. ക്രിസ്തുയേശുവിനുള്ളവൾ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങൾ. ജഡത്തിന് ഒരുപാട് രാഗമോഹങ്ങളുണ്ടല്ലേ? രാഗം, അതിൻ്റെ കളറ്, അതിൻ്റെ ഈണം, അത് നൽകുന്ന സന്തോഷം. എന്നാൽ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമുക്ക് ഇമ്പമായി തോന്നുന്നത്, സന്തോഷമായി തോന്നുന്നത്, അതിനെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുവാൻ കഴിയണം. ആത്മാവിൻ്റെ ഫലമുള്ളവരായി ജീവിപ്പാനിടയാണ്. 9 കൂട്ടം കാര്യങ്ങൾ നമുക്കറിയാവുന്ന ലിസ്റ്റാണ്. അത് ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണമില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്നും സന്തോഷിക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായിട്ടെന്നല്ല പറയുന്നത്. ശ്രദ്ധിക്കണേ, ആത്മാവിൻ്റെ ഫലമുള്ള എന്ന് പറഞ്ഞാൽ ഒരു ഫലം ഉണ്ടാകണമെങ്കിൽ, ആത്മാവിൻ്റെ ഒരു ഫലം ഉണ്ടാകണമെങ്കിൽ ഈ 9 ഗ്രേസസും കൂടെ ചേരണമെന്ന്. നിങ്ങളിവിടെ ഉണ്ടോ? ഈ 9 ഗ്രേസും കൂടെ ചേരണമെന്ന്. ആത്മാവിൻ്റെ ഒരു ഫലമുണ്ടാകണമെങ്കിൽ സ്നേഹമുണ്ട് പക്ഷേ സന്തോഷമില്ല, സന്തോഷമുണ്ട് പക്ഷേ സമാധാനമില്ല, സമാധാനമുണ്ട് പക്ഷേ വിശ്വസ്തതയില്ല, വിശ്വസ്തതയുണ്ട് പക്ഷേ ദീർഘക്ഷമയില്ല, ദീർഘക്ഷമയുണ്ട് പക്ഷേ ദയയും പരോപകാരവും ഇന്ദ്രിയവും സൗമ്യതയും ഒന്നുമില്ല. ഇതെല്ലാം കൂടെ ചേരുന്നു. അപ്പോൾ ഇതിൽ കൂടെ പോകണം. ഈ 2 ലിസ്റ്റും ഒന്ന് അടുത്തടുത്ത് വെച്ചൊന്ന് വായിച്ചും പഠിച്ചും പ്രാർത്ഥിക്കണം ദൈവസന്നിധി. സ്തോത്രം. എൻ്റെ സമയം തീരുക. ഈ വിഷയം തീർക്കണമെന്ന് ഇന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സ്തോത്രം. അടുത്ത കാര്യം കൂടെ പെട്ടെന്ന് 1 മിനിറ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൊറാലിറ്റി പ്രൊട്ടക്ട്സ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നമുക്ക് മൊറാലിറ്റി ഇല്ലെങ്കിൽ, ധാർമ്മികമായ ജീവിതവും ആ വിശുദ്ധിയും ഇല്ല എങ്കിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാൻ, കേൾക്കുന്നുണ്ടോ നിങ്ങളെന്നെ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളായത്. സങ്കീർത്തനം 15:1-2, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ആർക്കാ വസിക്കാൻ പറ്റുന്നത് അവൻ്റെ കൂടാരത്തിൽ? ആർക്കാണ് അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ കയറുവാനും വസിക്കുവാനും കഴിയുന്നത്? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും. സത്യം സംസാരിക്കും, പക്ഷേ ഹൃദയപൂർവ്വം പറയാറുണ്ടോ? വളരെ കുറച്ച് പേര് ഹൃദയപൂർവ്വം സത്യം സംസാരിച്ച്, അല്ലേ? പിന്നീട് എപ്പോഴേലും ആ വിഷയം ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. 15-ാം സങ്കീർത്തനം
കൂടെ കൂടെ വായിക്കണം. എന്തുവാ? നമ്മുടെ മൊറാലിറ്റി പ്രൊട്ടക്ട്സ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നമ്മുടെ ഈ ക്രിസ്തീയ ധാർമ്മികത എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നതാ. അവൻ്റെ ആലയത്തിൽ വസിക്കണമെങ്കിൽ, അവൻ്റെ പർവ്വതത്തിൽ കയറുകയും അവിടെ വസിക്കുകയും ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണം, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. നമ്മുടെ സംസാരം അങ്ങനെയാണോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണോ? സ്തോത്രം. കർത്താവിനോട് നമുക്ക് ചോദിക്കാം, ദൈവസന്നിധി നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം, നമ്മുടെ കുറ്റങ്ങൾ നമുക്ക് ഏറ്റുപറയാം, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപം നമ്മളെ കർത്താവിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട്. അവൻ്റെ പർവ്വതത്തിൽ കയറാൻ പറ്റുന്നില്ല, അവൻ്റെ ആലയത്തിൽ വേണ്ടതുപോലെ ആരാധിക്കാൻ പറ്റുന്നില്ല, ആരാധനയ്ക്ക് വന്നാലും വായ തുറക്കാൻ പറ്റുന്നില്ല, ശബ്ദമുയർത്താൻ പറ്റുന്നില്ല, ഹൃദയപൂർവ്വം കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നില്ല. കാരണം ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തുവാൻ നമുക്ക് കഴിയുകയില്ല. That which protects our relationship with God, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ നിർത്തുന്നത് നമ്മൾ ധാർമ്മികതയോടെ ജീവിക്കുമ്പോൾ, വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയൊക്കെ ഒത്തിരി കുറവാണ്, ശക്തിയില്ല പറഞ്ഞാൽ തന്നെ അല്ലേ? ഹല്ലേലൂയ. നമുക്ക് നമ്മോട് ചോദിക്കാം, ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതിലുള്ള മൊറാലിറ്റി മറന്നു പോകരുത്. നല്ല കാര്യങ്ങൾ ചീത്തയായാൽ ഭയങ്കര ദുർഗന്ധമാണ് അല്ലേ? പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഏറ്റവും അഭികാമ്യമെന്നും ഏറ്റവും ഉത്തമമെന്നൊക്കെ പറഞ്ഞും വിശ്വസിച്ചും ഇറങ്ങി വന്നവരാ നമ്മളൊക്കെ. ഇത് ചീത്തയാകുമ്പോൾ ഏറ്റവും വല്ലാത്ത ദുർഗന്ധമാണ്. നമ്മുടെ ഇടയിൽ നിന്ന് ഉയരരുത്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉയരരുത്. സ്തോത്രം. വല്ല വിധേനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയാ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടരാനായിട്ട് നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യണം. കർത്താവ് തന്നെയാണ് പറയുന്നത്, എൻ്റെ പർവ്വതത്തിലാൽ ആര് കയറും, എൻ്റെ സന്നിധിയിൽ ആര് വസിക്കും. അവൻ്റെ സന്നിധി വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര വലിയ ദുഃഖമാണ് അല്ലേ? കർത്താവിനോട് നമുക്ക്